അമ്മയാണിപ്പോ എന്റെ ഒരേ ഒരു ശക്തി. അമ്മയുടെ സ്നേഹം മാത്രമേ ഇപ്പൊ എനിക്ക് ലോകത്ത് ബാക്കിയുള്ളൂ. അതും കൂടി ഇല്ലാതായ ഞാൻ എന്റെ ഈ ജീവിതം അവസാനിപ്പിച്ചു കളയും. നീ എന്തൊക്കെ പറയുന്നേ? നിന്റെ വിഷമം കണ്ട് സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ലടാ. നോക്കുന്നെന്താ, നീ ഇനി കുടിക്കരുത്. ഇനി രാത്രിയിൽ ഞാൻ വരുന്നില്ല അമ്മേ. നാളെ വരാമേ, പ്ലീസ്. നീ വാ, ഞാനിപ്പോ ഫോൺ വെക്കാം. അമ്മേ, ഹലോ. എടാ, ഞാൻ പറഞ്ഞതല്ലേ ഫോൺ എടുക്കണ്ടെന്ന്. ഇനിയിപ്പോ ആന്റി എന്ത് വിചാരിക്കും? എടാ, നീ എന്തിനാ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞേ? പിന്നെ ആരോടെന്ന് പറയണം? താൻ അവനോട് സംസാരിക്കായിരുന്നല്ലേ? എന്നെ കണ്ടതുകൊണ്ടല്ലേ ഫോൺ വെച്ചത്? അവനെവിടെയോ മദ്യപിച്ചോണ്ടിരിക്കുകയല്ലേ? എനിക്കറിയില്ല ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്. പിന്നെ അവന് മനസ്സിന് സമാധാനം കിട്ടാതെ വന്നപ്പോ സമാധാനം കിട്ടാതെ വന്നപ്പോ മദ്യപിച്ചു. നല്ല ന്യായം. താനിങ്ങനെ എല്ലാ തെറ്റിനും കൂടെ നിന്നിട്ടാ അവനിങ്ങനെ ആയത്. സിദ്ധു, ഞാൻ പറയുന്നത് സത്യമല്ലേ? സന്തോഷത്തോടെ പോയ കുടുംബം അലങ്കോലമായി. ഒക്കെ അവനൊരുത്തന്റെ നാടക. ഫയൽ മോഷ്ടിച്ചും മോഷണത്തിലും കഴിവ് തെളിയിച്ചു തുടങ്ങിയല്ലോ. ഇനി അടുത്ത ഏതെങ്കിലും മോഷണം പ്ലാൻ ചെയ്യാണോ? സിദ്ധു, അവൻ സിദ്ധുവിന്റെ മോനാ. സ്വന്തം മോനെ കുറിച്ച് എന്താ പറയുന്നതെന്ന് ഓർമ്മ വേണം. ഒന്നും ചെയ്യാനോ പറ്റുന്നില്ല. എന്തെങ്കിലും പറയാമെങ്കിലും വേണ്ടേ? അഞ്ഞൂറിന്റെ നോട്ടേ ഉള്ളൂ. ചില്ലറ ഉണ്ടെങ്കിൽ തരാനല്ലേ പറഞ്ഞത്? ബസ്സിന് 20 രൂപ പോലെ. ഇവിടെ ചില്ലറയൊന്നും ഇല്ലല്ലോ. എന്നാ നിക്ക്, ഞാൻ ദേവിയോട്. വേണ്ട, പിള്ളേരോടൊന്നും പറയണ്ട. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. ഞാൻ ആ ഗോപാലിന്റെ കടയിൽ നിന്ന് ചില്ലറ മാറ്റിക്കോളാം. മാധവേട്ടാ, ഞാനും കൂടെ വരാം. മാധവേട്ട കാര്യങ്ങളൊന്നും വിശദമായിട്ട് പറയില്ല. സിദ്ധാർത്ഥ സാറും പ്രഭാവതിയൊക്കെ പറയുന്ന അംഗീകരിച്ച് മാധവേട്ടൻ ഇങ്ങ് തിരിച്ചു വരും. അതൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. മാധവേട്ട, ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ വരാവൂ. ദേവിക പറയും പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കും, ബഹുമാനം വാങ്ങി ബഹുമാനം കൊടുക്കണമെന്നൊക്കെ. പക്ഷെ കുറച്ചു ദിവസം പിരിഞ്ഞു നിൽക്കുമ്പോ അവളുടെ മനസ്സും മരവിക്കും. മാധവേട്ടനും അവളുടെ വശം പറഞ്ഞു അത് വേണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇറങ്ങട്ടെ, പോയിട്ട് വന്നിട്ട് പറയാം. അച്ഛൻ എങ്ങോട്ടാ പോയത്? ഒരു കൂട്ടുകാരനെ കാണാൻ ഇറങ്ങിയതാ. ഏത് കൂട്ടുകാരനെ കാണാൻ? അതൊന്നും എനിക്കറിയില്ല. അമ്മ അവിടെ നിന്നേ. എന്താ ഒരു കള്ളത്തരം? പറയമ്മേ. എന്താ ചേച്ചി? അല്ല, അച്ഛൻ ഇനി കുറച്ചു ദിവസം ലീവാണെന്നല്ലേ പറഞ്ഞേ? ഇപ്പതാ എങ്ങോട്ട് പോയി. അമ്മ പറയുന്നു കൂട്ടുകാരനെ കാണാൻ പോയതാന്ന്. കൂട്ടുകാരനോ? അച്ഛൻ ഈ ലോകത്ത് ഏത് കൂട്ടുകാരനാ ഉള്ളത്? അതാ ഞാനും ചോദിക്കുന്നേ. അതുമല്ല, ഞാൻ ചോദിച്ചപ്പോ അമ്മയുടെ മുഖം ഒന്ന് മാറുകയും ചെയ്തു. സത്യം പറയാമേ, അച്ഛൻ എന്റെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും കാണാൻ പോയതാണോ?
അല്ല, എനിക്കങ്ങനെയാ തോന്നുന്നേ. ദേ അമ്മേ, ചേച്ചിയുടെ ജീവിതം ചേച്ചിയുടെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതിൽ നമുക്ക് ആർക്കും ഇടപെടാൻ അവകാശമില്ല. കൊള്ളാം. ഞങ്ങള് പട്ടിണി കിടന്നാലും മക്കൾക്ക് വിശപ്പറിയാതെ നോക്കി വളർത്തി സ്വന്തം കാലിൽ നിക്കാറായപ്പോ പറയുന്ന കേട്ടില്ലേ? കൊള്ളാം. നാണമുണ്ടോടി നിനക്ക്? അമ്മേ, അവൾ അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്നെ കുറിച്ച് ഓർത്ത് അമ്മയും അച്ഛനും വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. പറയേണ്ടതൊക്കെ ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോഴേ പറഞ്ഞു. എന്റെ സന്തോഷം അമ്മയ്ക്ക് വേണ്ടതെങ്കിൽ ഇനി ഈ പ്രശ്നം ഇവിടെ സംസാരിക്കരുത്. മോളെ, ദേ അമ്മേ, വെറുതെ കാല് പിടിച്ച് ചേച്ചിയെ നിർബന്ധിപ്പിച്ച് നന്ദേട്ടന്റെ ഭാര്യ വേഷം കെട്ടിച്ച് ഇനി അങ്ങോട്ട് വിടാൻ ശ്രമിച്ചാ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. അയ്യോടാ, അവൾ ആരെ പേടിപ്പിക്കുന്നേ? ഡിവോഴ്സ് അവളുടെ ഉമ്മാക്ക് അവളുടെ കയ്യിൽ വെച്ചിരുന്നാ മതി. MLA പോയ MP വരും. ഡിവോഴ്സ് വാങ്ങട്ടെ. അവളുടെ അപ്പുറത്തവളെ കൊണ്ട് അടുത്ത നിമിഷം നന്ദന്റെ കല്യാണം. പതുക്കെ പതുക്കെ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ഇങ്ങനെ ബഹളം വെക്കരുതെന്ന്. ആരെ ബഹളം വെക്കുന്നു? ഞാൻ കാര്യം പറഞ്ഞ കുഞ്ഞു കേട്ട അതിനും മനസ്സിലാവും ന്യായം എന്റെ ഭാഗത്താന്ന്. അല്ല രജനി, ഈ ഒരു കാര്യത്തിൽ ദേവികയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഭർത്താവ് വേറൊരു പെണ്ണിന്റെ കൂടെ കറങ്ങി നടക്കുന്നു, ഭാര്യയുടെ ഫയല് മോഷ്ടിക്കുന്നു. വിശ്വാസം തീരുകയല്ലേ? കുടുംബജീവിതം മുന്നോട്ട് പോകുന്ന തന്നെ ബന്ധത്തിന്റെ ബലത്തിലല്ലേ? അല്ലമ്മേ, ഒരു ഭാഗത്തെ ന്യായം മാത്രം കേട്ടാ പോരല്ലോ. നന്ദൻ എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്നും കേക്കണ്ടേ? കേൾക്കണ്ട. അത് മാത്രമല്ല, അവനെന്താ ഇക്കാര്യത്തിൽ ഇത്രമാത്രം പറയാനുള്ളത്? ആകെ പറയാനുള്ളത് ഒരു മാപ്പാ. ഇങ്ങനെ ഒരു തെറ്റിന് മാപ്പ് പറഞ്ഞു എന്ന് വെച്ച് അത് കൊടുക്കാൻ ദേവികയെ പോലൊരു പെണ്ണിന് സാധിക്കില്ല. വേണ്ട, കൊടുക്കണ്ട. ഉർവശി ശാപ ഉപകാരം ഒന്ന് പറയില്ലേ? അതാ ഇവിടെ സംഭവിച്ച. അവളൊന്ന് ഒഴിഞ്ഞു കിട്ടിയാ മതിയെന്ന് പ്രാർത്ഥിച്ചാ ഞാനിരുന്നേ. അത് ഈ രീതിയിലങ്ങ് ഒത്തു വന്നു. എന്നാലേ വേറൊരു ചൊല്ലുണ്ട്, വിനാശകാലെ വിപരീത ബുദ്ധിന്ന്. നന്ദനും ഇപ്പൊ നിനക്കും ഒക്കെ അതാ സംഭവിച്ചിരിക്കുന്നത്. സ്ഥിരബുദ്ധി അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുക. ദേവികയെ പോലൊരു പെണ്ണിന്റെ വില നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. അവളെ ദ്രോഹിച്ചതും പോരാ, പിന്നെ ഞാൻ കണ്ടുപിടിക്കുന്നു. രജനി, സ്വന്തം കുടുംബത്തിലുള്ളവർ തെറ്റ് ചെയ്താൽ നമ്മളത് തിരുത്താനാ നോക്കേണ്ടത്. അതുമാത്രമല്ല, ദേവിക ചന്ദ്രോത്തുനിന്ന് പോയെന്നല്ലാതെ മറ്റു തീരുമാനമൊന്നും എടുത്തിട്ടില്ലല്ലോ. അവളെ എടുത്തോട്ടെ, ആരാ വേണ്ടാന്ന് പറഞ്ഞ? അവള് പോട്ടെ, അപ്പൊ അറിയാം. അപ്പൊ എന്തു പറ്റൂന്നാ? അപ്പൊ എന്തു പറ്റൂന്ന് പറ്റും അറിയാം. കണ്ണില്ലാതാവുമ്പോ എങ്ങനെയാന്ന് ആ അവസ്ഥ വന്നാലേ മനസ്സിലാക്കാൻ പറ്റൂ. നീ ദുരഭിമാനം വെച്ചിട്ടാ ദേവികയ്ക്കെതിരെ പറയുന്നൊക്കെ. നിനക്ക് പറഞ്ഞാലെന്താ, അനുഭവിക്കുന്നൊക്കെ നന്ദനല്ലേ. ഗിരി പറയുന്ന കേട്ടാ എനിക്ക് അവളോട് പ്രത്യേകിച്ച് എന്തോ വിരോധം ഉണ്ടെന്ന് തോന്നുമല്ലോ. ഉണ്ട്, നിനക്ക് വിരോധമുണ്ട്. അവൾ MLA ആയത് മുതൽ നിനക്ക് അവളോട് ദേഷ്യം തന്നെയാ. അവൾ ചെയ്യുന്ന എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കും. രജനി, നിന്റെ പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ. ആ പറ. അസൂയ. ആ, നിനക്കാകാൻ പറ്റാത്തതൊക്കെ ദേവിക സാധിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുന്ന അസൂയ. മുമ്പ് നിന്നെ ആശ്രയിച്ചിരുന്ന ദേവിക സ്വന്തം കാലിൽ നിന്നപ്പോഴുണ്ടാവുന്ന കുശുമ്പ്. അത് തീർക്കാനാ ദേവിക എന്ത് കാര്യം ചെയ്താലും നീ അതിൽ കുറ്റം കണ്ടുപിടിക്കുന്നത്. കുറ്റം ദേവികക്കല്ല, നിനക്കാ. നന്ദ പറയടാ. ബെല്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കുക. ഒരു സമാധാനം കിട്ടുന്നില്ല. എന്താടാ, നീ ഇപ്പൊ എവിടെയാ? ഞാനാകെ പ്രശ്നത്തിലാ. ഞാൻ ഇതുവരെ വീട്ടിലേക്ക് പോയിട്ടില്ല. നീ വെള്ളം അടിച്ചിട്ടുണ്ടോടാ? ഉവ്വ്, കള്ളു കുടിച്ചു.
എനിക്ക് ദേവിയെ നഷ്ടപ്പെടുവോ? നീ വെറുതെ ഓരോന്ന് പറയില്ലേ നന്ദ. അങ്ങനെ വേണ്ടാത്തവരെ ഓർത്ത് നീ നിന്റെ വില കളയല്ലേ. പറ്റില്ല വില. ദേവി ഇല്ലാതെ എനിക്ക് പറ്റില്ല വില. അവളിൽ നിന്ന് അകന്നെഴുതി എനിക്ക് പറ്റില്ല. അല്ല, കെവിൻ എവിടെ? ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അവനോട് വരാൻ പറയേ, ഞാൻ അവൻ്റെ കൂടെ അങ്ങോട്ട് വരാം. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നീ ഇപ്പൊ എവിടെ ഉള്ളത്? ഞങ്ങളുടെ വീടിനടുത്ത് വില്ലയുടെ പണി നടക്കുന്ന സ്ഥലമില്ലേ, അവിടെ നിൽക്കുക. ശരി, ഞാൻ വിളിക്കാം നിന്നെ. മാധവട്ട, ഗിരീഷേ, ഈ വെയിലത്ത് എങ്ങോട്ടാ? അല്ല, അത് പിന്നെ ഞാനൊരു കൂട്ടുകാരനെ കാണാൻ പോവാ. ഏത് കൂട്ടുകാരനെ? അല്ല, അത് എന്തായാലും മാധവട്ടൻ ഇങ്ങോട്ട് കയറ്. എവിടെ ആണെങ്കിലും ഞാൻ കൊണ്ടുവന്നാക്കാം, നടക്കണ്ടല്ലോ. അല്ല ഗിരീഷ് പോയിക്കോ, കൂട്ടുകാരന്റെ വീട് കുറെ ദൂരെയാ. അത് ശരി, ദൂരെയാണോ? എങ്കിൽ എന്ത് സംഭവിച്ചാലും മാധവേട്ടൻ അവിടെ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതെ, ഈ വെയിൽ കൊണ്ട് ആള് കരിഞ്ഞു പോവേ. വേണ്ട ഗിരീഷേ, ഞാൻ അങ്ങ് പോയിക്കോളാം. മര്യാദക്ക് ഇങ്ങോട്ട് കയറുന്നുണ്ടോ? അതാ ഞാൻ തൂക്കിയെടുത്തോണ്ട് പോണോ? ഗിരീഷേ, സത്യം പറയാം, ഞാൻ ചന്ദ്രത്തേക്കാണ് പോകുന്നത്. മോള് ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുമോ? ദേവികയുടെ വിഷമമല്ല, രാധികയുടെ കരച്ചിലാണ് സഹിക്കാൻ പറ്റാത്തത്. പാവം 10 മാസം ചുവന്ന് നടന്നതല്ലേ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയെ കാണുമ്പോൾ തകർന്നു പോകും. എന്തായാലും സിദ്ധാർത്ഥൻ സാറിനെയും പ്രഭാവതി മാഡത്തെ ഒന്ന് കാണണം, ഒക്കെ സംസാരിക്കണം. വളരെ കൃത്യമായ കാര്യം തന്നെ മാധവട്ടൻ ചെയ്യുന്നത്. അവരിടപെടട്ടെ. അല്ല, ഇത് പറയാൻ എന്തിനാ മാധവട്ടൻ മടിച്ചത്? എന്തെങ്കിലും ആട്ടെ, വണ്ടി കയറ്, ചന്ദ്രത്തി ഞാൻ കൊണ്ടുവന്നാക്കാം. അല്ല ഗിരീഷ്, അവിടെ അവർ കണ്ട ഗിരീഷിനെ തെറ്റിദ്ധരിക്കും. ഇങ്ങോട്ട് കയറ് മാധവേട്ടാ, വെറുതെ ഓരോ ന്യായങ്ങൾ കണ്ടുപിടിച്ച് താളം ചവിട്ടാതെ ഇങ്ങോട്ട് കയറാൻ. ഒന്ന് പെട്ടതോടാ, അതാ വരുന്നു. പറയളിയാ. എടാ, ആ നന്ദൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്. എവിടെയാ ഉള്ളത്? നമ്മുടെ ചന്തുവിന്റെ വീടിന്റെ അടുത്ത്. അവൻ മാത്രമേ ഉള്ളൂ അവിടെ? അതെ, ആളിത്തിരി ഫിറ്റ് ആണെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യ്, നീ അവിടെ തന്നെ നിൽക്ക, ഞങ്ങൾ ഇതാ വരുന്നു. ശരിയടാ. എന്താടാ? ആ നന്ദനെ കിട്ടിയിട്ടുണ്ട്, വേഗം വിടലയ്യ. മോർണിംഗ് ബെല്ല. നീ എന്തിട്ടാ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നേ? ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കല്ലേ, വന്നിട്ട് കാണാന്ന് വെച്ചു. ഒരു അത്യാവശ്യത്തിന് വിളിക്കുമ്പോ ഫോണും എടുക്കാതെ. നന്ദൻ എവിടെ?
അവന്റെ കാര്യമൊന്നും എന്നോട് ചോദിക്കരുത്. അവനെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ട്. എന്താ കാര്യം പറ. ബെല്ല ഇന്നലെ രാത്രി മുഴുവൻ അവൻ നല്ല ഫോമിലാ. ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഇപ്പോഴേ രാവിലെ തന്നെ അടി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വായി തോന്നിയത് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു പ്രകാരത്തിലാണ് ഞാൻ അവനെ ഒഴിവാക്കിയത്. അവനിപ്പോ എന്നെ വിളിച്ചു. അവനാകെ പ്രശ്നത്തില. നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നീ പോയി അവനെ കൂട്ടിക്കൊണ്ടുവാ. ബെല്ല അവൻ പറയുന്ന കേട്ടാ നീ ഇങ്ങനെ പറയില്ല. അവൻ എന്താ പറയുന്നേ? അവനിപ്പോ ദേവികയെ കാണണം. എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യണം. പഴയതുപോലെ അവളോടൊപ്പം ജീവിക്കണം. എന്താ അതൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റുമോ നിനക്ക്? രാത്രി മുഴുവൻ ദേവി ദേവി എന്ന് വിളിച്ച് കരയായിരുന്നു. രാവിലെ അതേ അവസ്ഥ. ചെറുതായിട്ട് പിണങ്ങിയിട്ടാ ഞാനും അവനും പിരിഞ്ഞത്. അപ്പോ അവന്റെ മനസ്സ് എപ്പോ വേണമെങ്കിലും മാറുമല്ലേ? ഏയ് കള്ളു കുടിച്ചിട്ട് ഓരോന്ന് പറയുന്നതല്ലേ. നമുക്കവനെ റെഡിയാക്കി എടുക്കാം. 2 ദിവസം കഴിയട്ടെ. നിന്നെ കാത്ത് ആ വില്ലയുടെ പണി നടക്കുന്നിടത്ത് നിൽക്കുക അവൻ. നീ പറ, ഇപ്പൊ പോയി വിളിക്കണോ ഞാൻ? വേണ്ട. വൈകിട്ടത്തേക്ക് നമുക്ക് ചന്ദ്രോത്തേക്ക് പോവാം. അതുവരെ അവൻ ദേവീകീർത്തനം പാടിക്കൊണ്ട് നടക്കട്ടെ. എന്താണ് എവിടെ കിടന്ന് കറങ്ങുന്നത്? ഞാൻ വെറുതെ. വെറുതെയോ? എന്തോ തരികട കേസുമായിട്ടാണല്ലോ നിന്റെ നിപ്പ്. ഒന്നുമില്ല, ഞാൻ വെറുതെ വന്നതാ. നിക്കടാ അവിടെ. എവിടെയാടാ ഋഷി? ചോദിച്ചത് കേട്ടടാ. സത്യം പറയടാ, ഋഷി നീ എന്താ ചെയ്തേ? ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇടോ പിന്നെ ഋഷി എവിടെ? ഋഷി എവിടെയെന്ന് എനിക്ക് അറിയില്ല. നിക്കടാ അവിടെ. നിനക്കറിയില്ലെന്നോ? നിനക്കേ അറിയൂ. പറയടാ, എവിടാ ഋഷി? പറയാനാ പറഞ്ഞത്. ഋഷി എവിടെയെന്ന്? എടാ, ഋഷി അവൻ അപായപ്പെടുത്തിയ തന്നെയാ. ഇവനെ ഇനി വിടരുത്. എന്താ ഇത്? മാറി, എനിക്ക് പോകണം. ഈ സത്യം പറഞ്ഞിട്ട് പോയാ മതി. പറയടാ, ഋഷി എവിടാ? പ്ലീസ്, എനിക്ക് ബഹളം വയ്ക്കാനൊന്നും വയ്യ. എന്നെ വെറുതെ വിട്ടേക്ക്. ആണോ? എനിക്ക് പോണം പ്ലീസ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഋഷി എവിടെ? നിന്നെ വിടാനോ? ഋഷിയെ കൊണ്ടുപോടാ. എന്നിട്ട് നിന്നെ വിടാം. എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കറിയില്ല അല്ലടാ.
ഗിരി 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 നിർത്ത്. ഋഷി എവിടെ നന്ദനെയാണല്ലോ ആരൊക്കെ കൂടി തല്ലുന്നത്. അയ്യോ പറയില്ലല്ലേ വിടാ മാധവട്ടെ വിടാ അവനെ വിടാ. ആടിച്ച് കൊല്ലടാ. ഗിരി അടുക്കരുത്, അടുത്ത് വന്ന് കൊല്ലളേ ഞാൻ. അവനെ പിടിക്കണം. അയ്യോ മാധവട്ട 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 നന്ദൻ മാധവട്ട മാധവട്ട അയ്യോ അച്ഛാ, മാധവട്ട അച്ഛാ